ഇതാണ് ഞങ്ങളുടെ ആലം. ആ ചിരിയുടെ പിന്നിൽ ശരിക്കും ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ആ പോയ ബോട്ടിലായിരുന്നു ഞങ്ങൾക്ക് ശരിക്കും കയറി പോണ്ടിരുന്നത്. അവസാനം ആ ബോട്ട് പോകുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കേണ്ടി വന്നു. പിന്നെ വന്ന് പോയിട്ടുള്ള കേരള സർക്കാരിൻ്റെ എല്ലാ ബോട്ടിനെയും വീഡിയോ എടുത്ത് അവിടെ നിന്ന് കായലും കണ്ട് വഞ്ചിയും കണ്ട് ശിക്കാരും കണ്ട് ഇങ്ങനെ ഇരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന രണ്ടമ്മമാർ വരാനായിട്ട് ശരിക്കും താമസിച്ച്. ഞങ്ങൾക്ക് പോകേണ്ട ബോട്ട് ശരിക്കും സി കുട്ടനാടായിരുന്നു. ആ ബോട്ടാണ് ആദ്യം പോയത്. പിന്നെ കിട്ടിയ ബോട്ടായിട്ടുള്ള കൈനഗിരിലോട്ടൊരു ബോട്ടിൽ കയറിയെങ്കിരുത്. എന്തായാലും മുകളിലത്തെ ഫ്ലോറിൽ ഇരിക്കാൻ പറ്റുന്നൊരു ബോട്ട് വേണമെന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് നാളത്തെ ആയതിനു ശേഷം ബോട്ടിൽ കയറണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഈ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ബോട്ടിൽ കയറാനും പറ്റി, ബോട്ടിൻ്റെ മുകളിലത്തെ നിലയിലിരിക്കാൻ പറ്റി, അതും കേരള സർക്കാരിൻ്റെ ബോട്ടിൽ തന്നെ. പിന്നെ ഞങ്ങൾ ആ ബോട്ടിൽ കയറിയപ്പോഴത്തേനും ഞങ്ങൾക്ക് വെള്ളവും മാങ്ങയൊക്കെ കൊണ്ടുവന്നൊരു ചേട്ടൻ വന്ന് ഞങ്ങൾ മാങ്ങ മേടിച്ച് വെള്ളം മേടിച്ചില്ല. ചേട്ടൻ ഞങ്ങളോട് മേടിക്ക് വെള്ളം എന്നൊരു 100 വട്ടം പറഞ്ഞെങ്കിലും ഞങ്ങൾ മേടിച്ചില്ല. അങ്ങനെ ബോട്ട് നീങ്ങി തുടങ്ങി. ഓരോ ജെട്ടികളിലും സ്റ്റോപ്പുകളിലായിട്ട് നിർത്താനും തുടങ്ങി. അങ്ങനെ കായലിൻ്റെ ഭംഗിയിലേക്ക് അങ്ങോട്ട് ഇഴുകി ചേർന്നുള്ളൊരു യാത്രയിലൂടെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ദാണ്ടേ ഈ ഇരിക്കുന്നതാണ് ഷാഹിദ് ഇരുന്ന് കാശ്മീരിൽ നിന്നാണ്. അങ്ങനെ അവൻ്റെ ആദ്യത്തെ ബോട്ട് ട്രിപ്പാണിത്. അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് ഇന്ന് അവന് വരാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനും കൂടെ വന്നിട്ട് ഞങ്ങൾ ബോട്ടിൽ കയറുന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചു. അവൻ തന്നെ മറ്റേ കാശ്മീരിലെ മലയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടുത്തെ കായലിലോട്ട് ഇറങ്ങിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കായലിൻ്റെ ഒത്ത നടുക്കെത്തി. അമ്മാതിരി എന്ത് വൈബായിരുന്നു വെച്ചാൽ അടിപൊളിയായിരുന്നു. അതിൻ്റെ നടുക്കോട്ടെത്തിയപ്പം തണുത്ത കാറ്റ്. ഞങ്ങളീ പോയ സമയം എന്ന് പറഞ്ഞാൽ ശരിക്കും 2 മണിയാണ്. പക്ഷേ ആ 2 മണിയുടെ കാലാവസ്ഥ ആയിരുന്നില്ല. കാരണം അന്നത്തെ ദിവസം ഞങ്ങൾ ഇറങ്ങിയ സമയം തൊട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പം മഴ നിന്ന്, ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴും മഴ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന സമയത്തായിരുന്നു കുറച്ച് മഴ ഇങ്ങനെ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കായലിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് കൈനഗിരി സ്റ്റോപ്പിലെത്തിയപ്പോഴത്തേക്കിന് ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. കൈനഗിരി ആയിരുന്നു ആ ബോട്ടിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. താഴെ ഇരിക്കുന്നതിന് 23 രൂപയും മുകളിലിരിക്കുന്നതിന് ഒരാൾക്ക് 60 രൂപയായിരുന്നു ടിക്കറ്റിൻ്റെ വില. അങ്ങനെ ഞങ്ങൾ കൈനഗിരി എത്തി. കൈനഗിരിയിലായിരുന്നു ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ അവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നിട്ടാണ് എന്തായാലും എന്നാൽ പിന്നെ കൈനഗിരി ടെർമിനലിൽ പോകുമെന്ന് വിചാരിച്ചിട്ട് പോകുന്ന വഴിയിൽ ഒരു കടയിൽ കയറി ചായയും പലഹാരവും ഒക്കെ കഴിക്കാൻ തുടങ്ങി. കാശ്മീരിയിൽ പറ നാൻ്റെ ഡപ്പ അവൻ ഓർഡർ ചെയ്ത ക്രീമല്ല എന്ന് അവൻ്റെ പരാതി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ചായയും പലഹാരവും ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. നടന്നു പോയ സമയത്ത് 2 സൈഡിലും വയലുണ്ടായിരുന്നു. ശരിക്കും വെയിലില്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല എന്താ തണുത്ത അന്തരീക്ഷം തന്നെയായിരുന്നു ഫുള്ളായിട്ട്. സൈഡിലെല്ലാം ഉണ്ട്. ആടൊക്കെ നിൽപ്പുണ്ട്, കണ്ടില്ല ആട്. എന്നിട്ട് ഞങ്ങൾ നേരെ ടെർമിനലിലേക്ക് തിരിയുന്ന വഴിയിലൂടെ നടന്നു പോയി. എന്നിട്ട് വേണ്ട ശരിക്കും റോഡിലൂടെ ഒന്നുമില്ല പോകുന്നത്. ഈ ഫൗണ്ടേഷൻ്റെ മണ്ടയിലൂടെയൊക്കെ നടന്ന് ചെറിയ ചെറിയ വഴികൾ മാത്രമേ ഉള്ളൂ. അതിനകത്തൂടെ നേരെയുള്ള വഴിയൊന്നുമില്ല. ഇങ്ങനെ ലൈക്ക് സ്റ്റെപ്പൊക്കെ കയറുക, പാലമൊക്കെ കിടക്കുക, മതിലൊക്കെ കയറി ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഞങ്ങൾ ശരിക്കും വിചാരിച്ചൊന്നുമില്ല ഈ വഴി കൂടെ ഞങ്ങൾ പോകണമെന്ന്. ഞങ്ങൾക്ക് അറിയത്തൊന്നുമില്ല, അങ്ങ് പോകണതാണ്. ഏതെങ്കിലും ഒരു വഴി കൂടെ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ നേരെ അതായത് ടെർമിനലിലോട്ട് തിരിയുന്നൊരു വഴിയുണ്ട്. ആ വഴിയിൽ നിന്ന് നടന്നെത്തുമ്പോഴത്തേക്കിന് നമുക്കിങ്ങനെ സൈഡിലോട്ട് വരണം. അവിടെ ബോട്ടൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് കായൽ മൊത്തം കാണാൻ വേണ്ടിയിട്ട് അവർ തന്നെ നമ്മൾ പൈസ കൊടുക്കുന്നതനുസരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ബോട്ടൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത ടെർമിനൽ ആ നേരെ കാണുന്ന സ്ഥലത്താണ് ടെർമിനൽ. അങ്ങനെ അകത്തോട്ട് കായലിൻ്റെ അകത്തോട്ട് നീണ്ടു കിടക്കുന്നതിന് ടെർമിനൽ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്തണമെങ്കിൽ നമുക്ക് ബോട്ടിൽ പോകാം. പക്ഷേ ഞങ്ങൾ ബോട്ടിൽ പോയില്ല. ഞങ്ങൾ തന്നെ മതിലൊക്കെ ചാടി എങ്ങനെയെങ്കിലും കയറണം. അങ്ങനെ ഞങ്ങൾ കയറി മതിലൊക്കെ കയറി നടന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങി, ഫൗണ്ടേഷനിലാണ് നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി, പിന്നെ മതിലിൻ്റെ മേളിൽ കയറി. മതിലിൻ്റെ മണ്ടയിലൊക്കെ കയറി നടന്നെത്തി ഞങ്ങൾ അവസാനം ടെർമിനലിലെത്തി. അവിടുത്തെ വീഡിയോ എനിക്ക് ഒരുപാട് എടുക്കാൻ പറ്റില്ല. ടെർമിനലിൽ ഞങ്ങളാണ് ഇങ്ങനെ കായൽ നോക്കിയിരിക്കുകയാണ്. എന്താ സുഖം, കാറ്റടിക്കുന്നുണ്ടേ. ഇത് തിരിച്ചു പോകുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. ഈ വഴി കൂടെയാണ് ഞങ്ങൾ അങ്ങോട്ട് ടെർമിനലിലോട്ട് എത്തിയത്. ഈ വെള്ളം ഭയങ്കര ക്ലിയർ ആയിട്ടുള്ളതായിരുന്നു. പിന്നെ നല്ല തണുപ്പൊക്കെ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഈ വഴി കൂടെ ഞങ്ങൾ നടന്നു വന്ന്, ശരിക്കും ഇത് ആളുകൾ നടന്നു പോകുന്ന വഴി തന്നെ, അതവിടെ കല്ലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടില്ലേ. അപ്പോൾ ഈ വഴി കൂടെ നടന്ന് ഞങ്ങൾ വീണ്ടും ആ പോയ വഴി കൂടെ, അതായത് ഇങ്ങോട്ട് വന്ന വഴി കൂടെ ഞങ്ങൾ തിരിച്ചു പോകും. കുറേ നേരം ഞങ്ങൾ ടെർമിനലിൽ ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ശരിക്കും സ്പീഡ് ബോട്ടിൽ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറില്ല. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത്. ഓക്കെ, ഉണ്ട് ഈ കാണുന്നതാണ് സ്പീഡ് ബോട്ട്. ഇതിനകത്ത് നമുക്ക് 6 പേരെ 8 പേരെ കൊണ്ടുപോകാൻ പറ്റുന്ന 2 ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരനുസരിച്ച് പെർ ഹെഡ് അവർ 300 രൂപയാണ് പറയുന്നത്. 300 റുപ്പീസാണ് പറയുന്നത്. സോ ഞങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട്
10 മിനിറ്റ് നേരത്തേക്കിനാണ്. ഞങ്ങളിൽ അത്ര പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് കയറിയില്ല. ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇതിൻ്റെ കായലിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് തിരിച്ചു വന്നു. സോ ആഗ്രഹമുള്ളവർക്കെല്ലാം അവിടെ ചെല്ലുമ്പോൾ സ്പീഡ് ബോട്ടിൻ്റെ സർവീസ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ദെൻ സ്പീഡ് ബോട്ട് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ വെള്ളത്തിനകത്ത് കുളിച്ചിങ്ങനെ ഇറങ്ങുക. ഓടിക്കുന്നവരുടെ സ്കില്ല് ശരിക്കും അപാരം തന്നെ. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന വഴി കൂടെ തിരിച്ച് നടന്നിങ്ങനെ പോവുക. ആ കായലിൽ ഈ സൈഡിൽ മൊത്തം ഈ ഇത് കിടപ്പുണ്ട്, കുളവാഴിയാണെന്ന് തോന്നുന്നത്, എനിക്ക് അറിയാമോ, എന്തോ ഒരു ചെടി ഇങ്ങനെ വളർന്ന് കിടപ്പുണ്ട്. ശരിക്കും ഈ കായലിൽ ആളുകൾ വന്ന് കുളിക്കടാ. ഞാൻ അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഇപ്പോൾ ഇവൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ സ്ഥലത്ത് ശരിക്കും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരാൾ കുളിക്കുന്നുണ്ടായിരുന്നു. അയാൾ അവിടെ നിന്ന് ആ ചെടിയില്ല, ആ ചെടി ഇങ്ങനെ മാറ്റിയിട്ടിട്ട് പുള്ളി അവിടെ നിന്ന് കുളിക്കണമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഈ വെള്ളത്തിൽ എങ്ങനെ കുളിക്കുന്നു. പക്ഷേ പോകുന്ന വഴിയിൽ ഭയങ്കര കുറേ അഴുക്ക് പ്ലാസ്റ്റിക് സാധനങ്ങൾ കിടപ്പുണ്ട്. ഈ വരുന്നേം പോകുന്ന ആൾക്കാരില്ലേ, അതൊക്കെ അവർ ഇങ്ങനെ എടുത്തിട്ടിട്ട് പോകണതാണ്. വരുന്നവരൊക്കെ ഇത് ശ്രദ്ധിച്ചിരുന്നു കുറച്ചുകൂടെ നല്ലതായിട്ട്. അതായത് റോഡൊന്നും അല്ലല്ലോ, സാധാ ആൾക്കാർ ഇവിടുത്തെ ഉള്ള ആൾക്കാർ ഡെയിലി യൂസിന് ചെയ്യുന്ന വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ വഴി കൂടെ പോകാൻ നല്ല സുഖം. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വഴി കൂടെ നമ്മൾ പോവുകയാണ്. നമ്മളിതൊന്നും വിചാരിച്ചില്ല, നമ്മൾ ജസ്റ്റ് ബോട്ടിൽ പോവുക, ആ ഒരു സാധനത്തിൽ മാത്രം വന്നതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ആ വഴി കൂടെ എത്തിയതാണ്. ഞങ്ങൾ നേരത്തെ കയറി മതിലുണ്ട്, ആ മതിലാണിത്. ആ മതിൽ വീണ്ടും കയറി അപ്പുറത്തോട്ട് ഇറങ്ങാനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോഴാണ് ഞങ്ങളൊരു നഗ്നസത്യം തിരിച്ചറിഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ആ മതിൽ കയറാൻ നമുക്ക് അപ്പുറത്ത് എത്താൻ പറ്റും. അത് ഒരു ചേച്ചി അവിടെ നടന്നു വരുന്നുണ്ട്. ആ ചേച്ചി ശരിക്കും അവിടെ കല്ല് പാവിട്ടല്ല, സിമെൻറ്റിൻ്റെ മറ്റേ കല്ലില്ല, ആ കല്ലിങ്ങനെ ഇട്ടിട്ടുണ്ട് നടന്നു വരാൻ വേണ്ടി. ആ ചേച്ചി അതുവഴിയാണ് നടന്നു വരുന്നത്. അപ്പം അതുവഴി നമുക്ക് നടന്നു വരാം. അപ്പം ഞങ്ങൾ കുറച്ചും കൂടെ സൂപ്പർ മതിലിൻ്റെ മേളിൽ കൂടെ ഒക്കെ കയറി നടന്ന് അടിപൊളി ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് മതിലിൻ്റെ മേളിൽ കൂടെ തന്നെ നടക്കാൻ തീരുമാനിച്ചത്. ഷാഹിദിൻ്റെ കയ്യിലൊരു ബാഗ് ഇരിക്കുന്നുണ്ടോ, നന്ദിതയുടെ ബാഗാണ്. ഈ ക്ലൈമാക്സിലൊരു സാധനം ഷാഹിദ് പറയുന്നുണ്ട്, ഞാൻ ഇത്ര നാളായിട്ട് ഒരു പെങ്കുച്ചിൻ്റെ ബാഗ് പിടിച്ചിട്ടില്ല, എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ആവട്ടെ ഭാവിയിലെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ മതിലൊക്കെ കയറി. നല്ല രസമുണ്ട് മതിലിൽ കൂടെ ഒക്കെ നടക്കാൻ. ഞാൻ കാണാനില്ലേ ജഗ് കാരനാണ്. ഇതാണ് ജഗ്. ഞങ്ങൾ ശരിക്കും 2-3 ദിവസമായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനൊന്നുമല്ല. ഇന്നലെ ക്ലിനിക്സിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ബോട്ടിൽ പോയാലോ എന്നിങ്ങനെ പറഞ്ഞ്, കേരള സർക്കാരിൻ്റെ ബോട്ടായതുകൊണ്ട് 23 രൂപയുള്ളൂ, അഫോർഡബിളാണ്, പെട്ടെന്ന് പോയിട്ട് വരാം, ആ സാധനമൊക്കെ പറഞ്ഞ് കായലൊക്കെ കാണുമെന്ന് പറഞ്ഞപ്പോഴത്തേന് ശരി പോവാം എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും വീട്ടിൽ പോകുന്ന ആളാണ് നന്ദിത. അവൾ പക്ഷേ ഇന്ന് മാത്രം വീട്ടിൽ പോയിട്ടില്ല. അവൾ പോവാതിരുന്നതിന് എന്തോ ഒരു കാരണം ഉണ്ടായിരുന്നു അറിയത്തില്ല. ആ കാരണമാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ മതിലിൻ്റെ മുകളിൽ നിന്ന് ചാടിയൊക്കെ ഇറങ്ങിയതാ. ചാടും ജഗ്ഗു ചാടിക്കോ ചാടിയിട്ട് ഈ സ്റ്റെപ്പിൽ കൂടെ ഈ കായൽ കടക്കണം. ഈ പാലത്തിൽ കൂടെ സ്റ്റെപ്പിൽ കയറി പാലം കടന്ന് കായൽ കടക്കണം. കായൽ കടന്നിട്ട് ഇപ്പോൾ ഈ വ്യൂ ഉണ്ട്. ഞാനെടുത്ത വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ ആണിത്. ആ സൂര്യൻ്റെ ആ ലൈറ്റ്, അവർ രണ്ടും കൂടെ നടന്നു വന്നേ കാണുമ്പം അടിപൊളി. ഈ സൈഡിൽ കാണുന്നില്ല, ഈ സൈഡിൽ കാണുന്നത് ഷിക്കാറല്ല, ഒരു ബോട്ട്. ഈ ബോട്ടിൽ അവരെന്തായി കായൽ മൊത്തം കറങ്ങി ഇങ്ങനെ കാണിക്കും. നമ്മൾ അതിനനുസരിച്ചുള്ള റേറ്റ്, അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഓരോ ബോട്ടിനും ഓരോ രീതിയിലുള്ള റേറ്റിങ്സാണ് വരുന്നത്. ഈ വ്യൂ എൻ്റെ മോന് അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞാൻ നേരിട്ട് കാണാമായിരുന്നു, എൻ്റെ ഫോണിൽ അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ടേ അപ്പം എടുക്കുമ്പോൾ അത്ര വരത്തില്ല. അതുകൊണ്ട് ആ കാണുന്നില്ല, ആ നീല ഷീറ്റിട്ട്, അതാണ് നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അതിൽ ഒത്തിരി സ്റ്റോപ്പ് അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കയറി പാലത്തിൽ കൂടെ ഇറങ്ങി. ചെരുപ്പൂരിട്ട് ചെയ്താൽ പോരെ? അങ്ങോട്ട് പോയപ്പോഴേ നിൽക്കുന്ന ആമ്പലൊരു കണ്ണ് കാണാതെ. അപ്പോൾ അതെങ്ങനെയെങ്കിലും തിരിച്ചു വരുമ്പം പറിക്കണമെന്നുള്ളതുകൊണ്ട് പോയ വഴി വരാതെ ഇപ്പോഴത്തെ സൈഡിൽ കൂടെ വന്നേ. അങ്ങനെ ഷാഹിദും ജഗ്ഗൂടെ അതിസാഹസ്യമായ രീതിയിൽ ആ ആമ്പൽപ്പൂ പറിച്ചെടുത്തിരിക്കും. നല്ല രസമല്ലേ? ഇപ്പം അത് നന്ദിതയ്ക്ക് അവൻ കൈമാറിയിരിക്കുന്നു. അങ്ങനെ ഒരാമ്പൽപ്പൂ സക്സസ്ഫുള്ളി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ പോകുന്ന വഴിക്ക് അങ്ങനെ ഞങ്ങൾ ആമ്പലൊക്കെ പിടിച്ച് വീണ്ടും വന്ന വഴിക്കൂടെ ഈ വഴി അടിപൊളി വഴി. ഇതിലെ കൂടെ നിങ്ങൾ ഒരു തവണയെങ്കിലും നടക്കണം. ശരിക്കും ഇതാണ് ആലപ്പുഴ എന്നൊക്കെ പറയുന്ന സാധനം. വണ്ടാനമൊന്നും ആലപ്പുഴ അല്ല, ആലപ്പുഴയുടെ അകത്തോട്ട് ചെല്ലണം. ആലപ്പുഴ ശരിക്കും നല്ലതാണ്. പിന്നെ ഞങ്ങൾ അവിടെ കണ്ടൊരു പള്ളിയിൽ കയറി. ആ പള്ളി ശരിക്കും അറ്റ്മോസ്ഫിയർ കാണാൻ അടിപൊളിയായിരുന്നു. പള്ളി ഒരു എന്താ പറയുക, ആ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലേ, നല്ല രസമാണ് ആ പള്ളി നിൽക്കുന്ന കാണാൻ. അങ്ങനെ ഞാൻ ജഗ്ഗുവിനെ അടുത്ത കാട്ടിലോട്ട് കയറ്റി വിട്ടെ. എന്തിനാന്ന് വെച്ചാൽ അവിടെ ഒരു താമര ഉണ്ടായിരുന്നു. താമരയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ താമര പറിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു ആമ്പൽ കിട്ടിയില്ലേ, എന്നാൽ പിന്നെ ഒരു താമരയും കൂടെ പറിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൻ താമര പറിച്ചെടുത്തിരിക്കുന്നു. നന്ദിത എനിക്കിപ്പോൾ ആ താമര കൈമാറും. നന്ദിത തരൂ നന്ദിത താമര ഇട്ടിരിക്കുന്ന ഗായ്സ്. അങ്ങനെ താമരയും ആമ്പലുമായി ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. പാവം പിടിച്ചൊരു ചെറുക്കനെ ഞാൻ ആ കാട്ടിലൊക്കെ കയറ്റിയിട്ട് അവൻ ആയതുകൊണ്ടൊക്കെ ബിജി തരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്കാണ് ഈ കാണുന്ന ചുണ്ടൻ വെള്ളം കണ്ട് നമ്മുടെ മത്സരത്തിനൊക്കെ തിങ്കളാഴ്ച ഒരു മത്സരമുണ്ട്, വള്ളംകളി മത്സരം. എന്താണെന്ന് അറിയത്തില്ല, ഒരു ചെറിയ മത്സരമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങനെ ചുണ്ടൻ വെള്ളമൊക്കെ
ഇത്രയും നേരിട്ട് അടുത്ത കാണുന്ന ആദ്യമായിട്ടാടാ. അങ്ങനെ ഞങ്ങൾ ആ ചുണ്ടവള്ളത്തിൽ അപ്പോൾ കുറേ പിള്ളേർ അതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ചുമന്ന ഡ്രസ്സ് ഇട്ടിട്ട് പിള്ളേരില്ലേ അവരെല്ലാം അതിനകത്ത് കളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അതിനകത്ത് കയറാൻ പറ്റുമോ എന്ന് അവരടുത്ത് വെച്ചപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല കയറിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഷാഹിദില്ലേ അവൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ശരിക്കും കാണുന്നത്. അവൻ ശരിക്കും ഹാപ്പി ഈ സാധനമൊക്കെ കണ്ടിട്ടില്ലേ. ജഗ്ഗു നേരത്തെ ഞങ്ങളുടെ കൂടെ ചിക്കാറിലും സ്പീഡ് ബോട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ വള്ളത്തിനകത്ത് കയറി. ആ വള്ളത്തിനകത്തോട് നടക്കുമ്പോഴേ നല്ല വഴുക്കലുള്ള സ്ഥലം അതിനകത്തൂടെ. ശരിക്കും വള്ളം ഇങ്ങനെ കിടന്ന് കുലുങ്ങും. നല്ല രീതിയിൽ ഷേക്കാവും. ആ വെള്ളത്തിൻ്റെ തിരി അനുസരിച്ച് ഷേക്കാവും. അതിലൂടെ വേറെ വല്ല സ്പീഡ് ബോട്ടോ വല്ല വലിയ ബോട്ടുകളൊക്കെ പോകുമ്പോൾ ശരിക്കും വെള്ളം മൊത്തം ഷേക്കാകുമ്പം വള്ളം മൊത്തം ഷേക്കാവും. മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതിനകത്തിരുന്ന് ഫോട്ടോയ്ക്ക് പോസൊക്കെ ഇട്ടിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ. ശരിക്കും ഇത് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ബോണസ് ടിപ്പ് എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ഒരു സാധനമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ശരിക്കും ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾ ആ വള്ളം കൂടെ കിട്ടിയപ്പോഴത്തേക്കിനില്ല സൂപ്പർ. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഈ നിൽക്കുന്ന പിള്ളേരാണ് ഞങ്ങളെ അതിലേക്ക് കയറ്റിയതും ഞങ്ങൾക്ക് വീഡിയോസ് എടുത്ത് തന്നതും. നല്ല നല്ല ചെറുക്കന്മാർ കേട്ടാ. ഞങ്ങൾക്ക് പറഞ്ഞ വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വള്ളത്തിൽ കൂടെ ഒക്കെ നടന്ന്. ചുണ്ടൻവള്ളം ഭയങ്കര നീളമാണ്. അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ശരിക്കും നീളമാണ്. ഞങ്ങൾ വള്ളം കളിക്ക് ഉണ്ടോ തിങ്കളാഴ്ചത്തേന് ചോദിച്ചാൽ പറഞ്ഞു ഉണ്ട്, ഞങ്ങൾ തന്നെ ജയിക്കും എന്നൊക്കെ ഭയങ്കര കോൺഫിഡൻസിൽ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വരുന്നതാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള കേരള സർക്കാരിൻ്റെ ബോട്ട്. ഇത് മറ്റേ മുകളിലത്തെ നില ഇല്ലാത്തതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ബോട്ടിനകത്ത് കയറി. അത് സമയം ഏകദേശം ഒരു 6 മണിയായെന്ന് തോന്നുന്നു. 6 എങ്ങാണ്ടായെന്ന് തോന്നുന്നു. ഞങ്ങൾ ബോട്ടിൽ കയറി. താഴത്തെ ഫ്ലോറിലായിരുന്നു ഇത്തവണ ഇരുന്നത്. താഴത്തെ ഫ്ലോറിലിരുന്ന് കായലൊക്കെ താഴ്ന്നിരുന്ന് കാണാനും നല്ലതാണ്, മുകളിലിരുന്ന് കാണാനും നല്ലതാണ്. അപ്പം കയറി ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത്. അപ്പം രാത്രിയായി തുടങ്ങിയോണ്ട് അവിടുത്തെ സൈഡിലുള്ള ഹോട്ടലുകൾ സ്റ്റേ അവിടുത്തെ എല്ലാം ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് 14 രൂപയുള്ള ഒരാൾക്ക് ടിക്കറ്റ്. അങ്ങനെ ഈ അച്ഛൻ മോനാണ് ശരിക്കും സിനിമ സ്റ്റൈൽ ഉണ്ടായിരുന്നല്ലേ. അങ്ങനെ ഹൗസ് ബോട്ടിൽ വെട്ടമൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അവിടെ സ്റ്റേ ചെയ്യുന്നവർക്കില്ലേ. ഇതാണ് ബോട്ടിൻ്റെ അകത്തെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് നേരം ഞങ്ങൾ അതിനകത്ത് കിടന്ന് ഉറങ്ങി. എന്തൊക്കെ ഞങ്ങൾ ചെയ്തു അതിനകത്തിരുന്ന്. ശരിക്കും വേറെ പണിയൊന്നും ഇല്ലല്ലോ ചെയ്യാനായിട്ട്. അപ്പോഴത്തേനും മഴ പെയ്യാൻ തുടങ്ങി നല്ല രീതി. അപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിൽ സിനിമയിലൊക്കെ കാണുന്ന കണക്ക് മഴ പെയ്യുന്നു, ബോട്ടിൽ വെള്ളം കയറുന്നു, എന്തൊക്കെയാണ് വന്നു അതൊക്കെ അങ്ങ് വിട്ടേക്ക്. അങ്ങനെ ഞങ്ങൾ ബോട്ട് ഇറങ്ങി ആലപ്പുഴയിൽ വന്ന് തിരിച്ച് നടന്ന് അടുത്ത പ്രിയദർശിനി ബസ് കയറി. ഞങ്ങൾ എവിടെ എത്തിയെന്നറിയാമോ? റാഹത്ത് ഹോട്ടലിലെത്തി ഞങ്ങളുടെ വണ്ടാനത്തെ. അവിടെ ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ കൊണ്ടാട്ടവും ബീഫ് ഫ്രൈ ഞങ്ങൾ മേടിച്ച് ശരിക്കും വർത്തായിരുന്നു. ഞങ്ങളെല്ലാവരും കഴിച്ചു തീർന്നിട്ടും ഈ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇവളെ നോക്കിയാണ് ഇരിക്കുന്നത്. ഏറ്റവും പതുക്കെ തിന്നിരുന്നത് ഹോസ്റ്റലിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഏറ്റവും പതുക്കെ തിന്ന് തീർന്നുകൊണ്ടിരിക്കുക. വയറ് നിറഞ്ഞിട്ട് പിന്നെ മേടിച്ച് കഴിക്കണം ദോശയൊക്കെ. കഴിക്കട്ടെ ഇപ്പോഴല്ലേ കിട്ടത്തുള്ളല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടന്ന് ആപ്പൊന്ന് ഷാഹിദ കാണാനൊന്നും പറ്റത്തില്ല, ഇരുട്ടായതുകൊണ്ട് കാണാനൊട്ടും പറ്റത്തില്ല. ഞങ്ങളുടെ ഹോസ്റ്റലിലെ വഴിയിലോട്ട് തിരിഞ്ഞ് ഷാഹിദ് വേറെ താമസിക്കുന്നത്. അപ്പോൾ അവൻ അങ്ങോട്ട് പോയി. അങ്ങനെ ജഗ്ഗുനും ടാറ്റോ കൊടുത്ത് അവൻ്റെ ഹോസ്റ്റലിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് നടക്കുകയാണ്. ശരിക്കും അടിപൊളി ദിവസമായിരുന്നു. ഇനിയിപ്പം പോയി കുളിച്ചിട്ട് പോയി അസൈൻമെൻറ്റ് എഴുതട്ടെ. ടാറ്റാ.